ഇന്ന് ഒരു സിമ്പിൾ വാനില കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. സ്കൂളിൽ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു പഞ്ഞി പോലെ ഇരിക്കുന്നൊരു കേക്കാണ്. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂക്ക് ബൈറ്റ്സ്. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ളു ഉപ്പ് ചേർത്ത് വിസ്ക് വെച്ച് ഒന്ന് ഇളക്കിയാലും മതി. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ ഒന്ന് അരിപ്പയിൽ അരിച്ചെടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ അരിപ്പയിൽ അരച്ച് കട്ടയൊക്കെ മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി 2 മുട്ടയുടെ വൈറ്റും യെല്ലോയും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ എഗ് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ച് കേക്കിൻ്റെ ബാറ്ററിൽ ചേർക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എഗ് വൈറ്റ് ആദ്യത്തെ ഒരു 2 മിനിറ്റ് സ്ലോ സ്പീഡിലും പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് ഒരു 4 മിനിറ്റും ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ പാത്രം കമഴ്ത്തി നോക്കിയാലും അതിൽ നിന്ന് മൂവ് ചെയ്യാത്ത വിധത്തിൽ ആവും. അപ്പോൾ ഇതുപോലെ പതപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് 125 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്യേണ്ടി വരും. ബട്ടറിൻ്റെ ഈ യെല്ലോ കളർ മാറി പെയിൽ യെല്ലോ കളറാവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യത്തെ ഒരു 2 മിനിറ്റ് സ്ലോ സ്പീഡിലും സ്പീഡ് കൂട്ടിയിട്ടിട്ട് ഒരു 3 മിനിറ്റും കൂടെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. സൈഡിൽ ബീറ്റ് ചെയ്യുമ്പോൾ കയറി വന്നിരിക്കുന്നത് സ്പാച്ചിൽ വെച്ചൊന്ന് മാറ്റി കൊടുക്കുക. ഇനി മുട്ടയുടെ യെല്ലോ ഓരോന്നായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി അടുത്ത യെല്ലോയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനിടയിൽ സ്പാച്ചിൽ വെച്ച് സൈഡിൽ കയറിയിരിക്കുന്നത് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത യെല്ലോയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഈ മുട്ടയുടെ മണമൊക്കെ മാറിക്കിട്ടാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സൈഡ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് തിളപ്പിച്ചാറിയ പാലാണ്. അത് ആദ്യം പകുതി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കപ്പ് കേക്കിൻ്റെ ബാറ്റർ നല്ല ക്രീമി ആയിട്ട് കിട്ടും. പകുതി പാല് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. ഇലക്ട്രിക് ബീറ്റർ വെച്ച് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ ഇനി ബീറ്റ് ചെയ്യേണ്ട. അതല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യാം. ഇലക്ട്രിക് ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് എളുപ്പത്തിൽ മിക്സ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മൈദയുടെ മിക്സിയിൽ നിന്ന് 2ാമത്തെ പ്രാവശ്യം മൈദ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡിൽ കയറി വന്നിരിക്കുന്നത് സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള മൈദയും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലും കൂടെ ചേർത്ത് ഇനിയൊന്ന് സ്പാച്ചിൽ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ വെച്ച് തന്നെ ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇലക്ട്രിക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്പാച്ചിൽ ഉപയോഗിച്ച് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ വൈറ്റ് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് പത അടങ്ങി പോവാത്ത വിധത്തിൽ വളരെ ലൈറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ കേക്കിന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യില്ലേ, അതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ള മുട്ടയുടെ വൈറ്റ് പതപ്പിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ കേക്ക് മിക്സിങ്ങിന് 15 മിനിറ്റ് സമയം വേണ്ടി വരുള്ളൂ. ഹാൻഡ് വിസ്ക് വെച്ച് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണണമെന്നുള്ളവർക്ക് കാണാം. ഈ കേക്കിൻ്റെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലായിട്ട് ബാറ്റർ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് ഫോൾഡായിട്ട് ഇതുപോലെ വീഴുകയാണെങ്കിൽ കേക്ക് നല്ലതായിട്ട് വരും. ഇനി നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡ് എടുത്തിട്ട് അതിൽ കപ്പ് കേക്കിൻ്റെ കപ്പുകൾ വയ്ക്കാം. ഓരോ കപ്പിലും 3/4 കേക്ക് ബാറ്റർ ഫില്ല് ചെയ്തെടുക്കുക. ഒട്ടും പുറത്തു പോവാതെ ഫില്ല് ചെയ്തെടുക്കണം. ഫില്ല് ചെയ്തതിന് ശേഷം 3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഈ സമയത്ത് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്തിടണം. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യുമ്പോഴേക്കും 170 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യുമ്പോഴേക്കും ലൈറ്റ് ഗോൾഡൻ കളറാവാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് എടുത്ത് സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. സ്ക്യൂറിൽ പറ്റി പിടിക്കുന്നൊന്നുമില്ലെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. ചൂടാറിയതിന് ശേഷം എടുക്കുക. ഓവൻ ചൂടായി കിടക്കുന്നതുകൊണ്ട് 2ാമത്തെ ട്രിപ്പ് വയ്ക്കുമ്പോൾ 10 മിനിറ്റ് വേണ്ടി വരില്ല. ഒരു 8-9 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടും. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് ഈ കേക്ക്.
കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കേക്കാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന കേക്കിനേക്കാളും രുചിയുണ്ടാവും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. തന്നെയല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒട്ടും പ്രിസർവേറ്റീവ് ചേർക്കാതെ നല്ല കേക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു 4 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കാം. കൂടുതൽ ദിവസം വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഈ ഒരു അളവിൽ കപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോൾ 20 മുതൽ 22 കപ്പ് കേക്ക്സ് വരെ ഉണ്ടാവും. നിങ്ങൾ ഈ കപ്പ് കേക്കിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്